നിങ്ങളിപ്പോൾ വെക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഇലക്ഷനെ കുറിച്ച് കേട്ടില്ല. ഒരു ഇലക്ഷൻ ചെയ്തല്ലോ, നിങ്ങൾ അച്ഛനും അമ്മയും നാട്ടിലും ഒക്കെ പോയിട്ട് ഇലക്ഷൻ ചെയ്തല്ലോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. 18 വയസ്സായിട്ടൊക്കെ ചെയ്തു. ഏത് ഇലക്ഷനാണ്? ലോകസഭ ഇലക്ഷൻ അല്ലേ? ലോകസഭ ഇലക്ഷൻ. എന്താണ് ഈ ലോകസഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ ലോകസഭ? സഭ എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കറിയാം, നമുക്കതാണ് പഠിക്കാം. ഇന്ത്യയുടെ അധികാരത്തിന് നമുക്ക് നീങ്ങുന്നത് 3ആയിട്ട് തരംതിരിക്കാം. 3ആയിട്ട്. ഈ അധികാരമില്ലെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും? രാജ്യം ഏകാധിപത്യ രാജ്യമാണ്. അതായത് ഒരു പ്രജയും ഒരു രാജാവും പ്രജകളും തമ്മിലുള്ള ഒരുപോലെ, അതായത് ആ ഒരു രാജ്യമല്ല നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യം എന്താണ്? ജനാധിപത്യ രാജ്യം. ജനാധിപത്യ രാജ്യത്തോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിയമങ്ങളോ അധികാരങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഒരു രാജാവ് പറയുന്നു, പ്രജകൾ അനുസരിക്കുന്നു. ആ രൂപത്തിലേക്ക് നീങ്ങിപ്പോകും. നമ്മുടെ മൗലികാവകാശങ്ങളൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നടക്കാനൊന്നും പറ്റില്ല. രാജാവ് എന്താണോ പറയുന്നത് അതുപോലെ പ്രജകൾ അനുസരിക്കും. അങ്ങനെയല്ല നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രാജ്യമാണ്. ഇതിന് അധികാരങ്ങൾ 3 തരത്തിലാണ്. 1 കാര്യനിർവഹണ വിഭാഗം, 2 നീതിന്യായ വിഭാഗം, 3 നിയമനിർമ്മാണം. 3 വരുന്നത്. ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ കേൾക്കുന്നത് നിയമനിർമ്മാണ വിഭാഗത്തെക്കുറിച്ചാണ്. നിയമനിർമ്മാണം, ഇന്ത്യയുടെ നിയമനിർമ്മാണം എന്ന് പറയുന്നത് പാർലമെന്റ്. എന്താണ് ഈ പാർലമെന്റ്? നിങ്ങളെ ഇതുപോലെ റോഡിനൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ക്രിസ്റ്റ ഇന്നോവ കാർ പോകുന്നതാണ്. ഇപ്പോൾ MP എഴുതിയിട്ടുണ്ടാവും ചില വണ്ടി, ചില MLA എഴുതിയിട്ടുണ്ടാവും, ചില ഇന്ത്യയിൽ നമ്പർ എഴുതിയിട്ടുണ്ടാവും 126, കേരള സർക്കാർ 126 അങ്ങനെ എഴുതിയിട്ടാണ് നിങ്ങൾ MP എഴുതിയിട്ടുണ്ടാവും. എന്താണ് MP? മെമ്പർ ഓഫ് പാർലമെന്റ്. ആ വണ്ടിയിൽ പോകുന്ന പ്രധാനപ്പെട്ട വ്യക്തി പാർലമെന്റിന്റെ ഒരു മെമ്പറാണ്. അപ്പോൾ എന്താണ് ഈ പാർലമെന്റ്? അതായത് പാർലമെന്റിന്റെ ആരാണ് അദ്ദേഹത്തെ നമുക്ക് തിരഞ്ഞെടുക്കുന്നത്? അതൊക്കെയാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. പാർലമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിയമനിർമ്മാണം നിർമ്മിക്കുന്നതാണ് പാർലമെന്റ്. എല്ലാവർക്കും പാർലമെന്റിൽ കേൾക്കാൻ ഇല്ല. പാർലമെന്റിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് ലോകസഭയും മറ്റൊന്ന് രാജ്യസഭയും. ലോകസഭ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ അല്ലെ, കണ്ണൂരിൽ നിന്ന് ഒരാൾ തെരഞ്ഞെടുത്തമാരുടെ അച്ഛനുമാരാണ് സുധാകരൻ അല്ലെ. വടകരയിൽ ഷാഫി പറമ്പിൽ അല്ലെ. അങ്ങനെ 20 മണ്ഡലങ്ങളിൽ നിന്ന് കേരളത്തിൽ നിന്ന് നമ്മുടെ 20 MP ലോകസഭയിലേക്ക് നയിച്ചിട്ടുണ്ട്. അതാരാ തെരഞ്ഞെടുത്തത്? ആരാണ് അവരെ അയച്ചത്? യെസ്, 18 വയസ്സ് പൂർത്തിയായ നമ്മളാണ് വോട്ട് ചെയ്ത് അവർ ഭൂരിപക്ഷത്തിൽ ഇന്ത്യയുടെ ലോകസഭയിലേക്ക് അയച്ചത്. അവിടെ പോയിട്ട് അവിടെ എന്ത് ചെയ്യാം? വെറുതെ ഇരിക്കില്ല, അല്ല, ജനങ്ങളുടെ ക്ഷേമത്തിനായി അവർ ലോകസഭയിൽ പോയിട്ട് പ്രവർത്തിക്കും. ഒരു നിയമം വരുമ്പോൾ ആ നിയമത്തിന് അനുകൂലമാണെങ്കിൽ അനുകൂലിക്കും, പ്രതിപക്ഷം അഗെയിൻസ്റ്റ് ആണെങ്കിൽ അവർ നിയമം പറ്റുകയില്ല എന്ന് വെച്ച് പ്രവർത്തിപ്പിക്കും. അതാണ് ലോകസഭ. ലോകസഭയിൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റുമോ? ഇല്ല. ഇന്ത്യയിലെ മൊത്തത്തിൽ 543 ആൾക്കാരാണ് ലോകസഭയിൽ ഉണ്ടാവുക. ഇതിൽ 543 വ്യത്യസ്ത പാർട്ടികളുണ്ടാവും. ഈ പാർട്ടികൾ 543 നേരെ പ്രകൃതിയൊക്കെ എത്തുണ്ടാവുക 272 കൂടുതൽ പാർട്ടിക്കാണ്. അവരാണ് സർക്കാർ ഉപയോഗിക്കുക. ഇപ്പോൾ മോദി സർക്കാർ 3ാമത് വന്നത് അവരെങ്ങനെയാണ്? അവർക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത്. BJP ആയിട്ടുള്ള മോദി സർക്കാരിനാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത്. അവരാണ് സർക്കാർ രൂപീകരിച്ചത്. 273 വോട്ടും ഭൂരിപക്ഷത്തോടുകൂടി അവർ ഒരു സർക്കാർ രൂപീകരിച്ചു. മനസ്സിലായത് എല്ലാവർക്കും? ഇതാണ് ലോകസഭ. ലോകസഭ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന സംഭവമാണ് ലോകസഭ. ഒരു അതോ മണ്ഡലമാണ്. മൊത്തത്തിൽ 543 അംഗങ്ങളാണ് ലോകസഭയിൽ ഉണ്ടാവുക. അതിൻ്റെ 550 ടോട്ടൽ അംഗബലം. അത് എന്ത് ചെയ്യുന്നു? മറ്റുള്ള ക്ലാസ്സിൽ നിന്നൊക്കെ എടുത്തിട്ട് ഒരു സ്പെഷ്യൽ 7 ആൾക്കാരും കൂടി ഉണ്ട്. അവരാണ് ടോട്ടൽ 550 പേരാണ് ലോകസഭയിൽ ഉണ്ടാവുക. ലോകസഭ നിയന്ത്രിക്കുന്നവരാ? പ്രതിപക്ഷം ഉണ്ടാവും, ഭരണപക്ഷം ഉണ്ടാവും. ഇത് തമ്മിൽ ചർച്ചകൾ പലതും വരും, ചിലപ്പം വാക്ക് തർക്കങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ടാവും, ഒരു അധ്യക്ഷൻ വരുന്നതാണ്. അത് നിങ്ങൾ കണ്ടില്ലേ? ഒരു സഭയിലൊക്കെ നിന്നിട്ട് നിൽക്കുന്ന അയാളാണ് സ്പീക്കർ. സ്പീക്കറാണ് ഈ സഭ നിയന്ത്രിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ലോകസഭയെ വിളിച്ചു. ഇനി രാജ്യസഭ എന്ന് പറഞ്ഞാൽ അടുത്തതാണ് 2ാമത്തെ സഭയാണ് രാജ്യസഭ. ഈ രാജ്യസഭ നിയന്ത്രിക്കുന്നത് ഉപരാഷ്ട്രപതി, വൈസ് പ്രസിഡന്റ്. രാഷ്ട്രപതി കേട്ടോ, രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഉപരാഷ്ട്രപതിയാണ് ഈ സഭ, രാജ്യസഭ നിയന്ത്രിക്കുന്നത്. ഈ രാജ്യസഭയിലെ അംഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 280 ആണ്. 280 ആൾക്കാരാണ് രാജ്യസഭയിലുള്ളത്. ഇവരെ ആരെയും തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാ? അല്ല, ജനങ്ങളല്ല തിരഞ്ഞെടുക്കുന്നത്.
ഈ രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ്. സംസ്ഥാന MLA-മാരാണ് ആര് ഈ രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇവരാണ് രാജ്യസഭകൾ. ഈ രാജ്യസഭ സ്ഥിരം സഭയാണ്, പിരിച്ചുവിടുന്നില്ല. കാരണം 6 വർഷമാണ് ഇതിന്റെ കാലാവധി. 6 വർഷം കഴിഞ്ഞാൽ അവർ പോയിക്കോളാം, അടുത്ത ആൾക്കാർ തിരഞ്ഞെടുക്കണം. അങ്ങനെയാണ്. അപ്പോൾ ലോകസഭ അങ്ങനെയില്ല, 5 വർഷം കഴിഞ്ഞാൽ ലോകസഭ പിരിച്ചുവിടും, അടുത്ത ഇലക്ഷൻ കൊണ്ടും ലോകസഭ എന്ത് ചെയ്യും? പുനർനിർമ്മിക്കും. ഓക്കെ, ഇതാണ് ഇങ്ങനെയാണ് സംഭവം. ലോകസഭ മനസ്സിലായോ?